IPL-മായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റുമായിട്ടാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ടതാണ്. തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾക്ക് ശേഷം ഒടുവിൽ ഇതാ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ നടന്ന മത്സരത്തിൽ ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും മികച്ച കളി പുറത്തെടുത്തുകൊണ്ടിരിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഒരു മികച്ച വിജയം സ്വന്തമാക്കി മുംബൈ ഇന്ത്യൻസ് കംബാക്ക് നടത്തിയിരിക്കുകയാണ്. ഈ വിജയത്തോടു കൂടി മുംബൈ ഇന്ത്യൻസ് ആവട്ടെ 7ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് കരുൺ നായരുമായി ബന്ധപ്പെട്ടതാണ്. കരുൺ നായർ വാട്ട് എ പ്ലെയർ, വളരെ മികച്ച പ്രകടനം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് IPL കളിക്കാൻ ഒരു വലിയ അവസരം ഒരുങ്ങുന്നത്. എന്നാൽ ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ അദ്ദേഹം ഇമ്പാക്റ്റ് പ്ലെയറായി ഇറങ്ങുന്നു. 89 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുന്നു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് സെഞ്ചുറി നഷ്ടമാകുന്ന കാര്യവും നമുക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം ആവട്ടെ മിച്ചിൽ സാറ്റ്നറുടെ പന്തിലായിരുന്നു അദ്ദേഹം ബൗൾഡായാണ് ഔട്ടായത്. കരുൺ നായർ നമുക്കറിയാം, അദ്ദേഹം വളരെ മികച്ച ഒരു സമയത്ത് അദ്ദേഹത്തിന് അവസരം കിട്ടാതെയായ സമയത്ത് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി ഇൻസ്റ്റഗ്രാമിലും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലും ട്വിറ്റർ അക്കൗണ്ടിലേക്ക് ക്രിക്കറ്റ് ദൈവങ്ങളെ എനിക്ക് അവസരങ്ങൾ നൽകൂ എന്നൊക്കെ പല സ്റ്റേറ്റ്മെന്റുമായിട്ട് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം എത്ര നന്നായി കളിച്ചിട്ടും അദ്ദേഹത്തിന് അവസരങ്ങൾ നൽകുന്നില്ല, അദ്ദേഹത്തിന് പല സമയത്ത് പുറത്താക്കപ്പെടുന്നു. എന്നാൽ ഒടുവിൽ ഇന്നലെ കിട്ടിയ അവസരം അദ്ദേഹം വളരെ മികച്ച രീതിയിൽ മുതലെടുക്കുന്നു. 89 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുന്നു. ഏതായാലും കരുൺ നായരുടെ ഇന്നലത്തെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തു. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് RCBക്കെതിരെ ഒരു വലിയ പരാജയം ഏറ്റുവാങ്ങുന്നു. ഈ ഒരു പരാജയത്തോടു കൂടി രാജസ്ഥാൻ റോയൽസിന്റെ റൺ റേറ്റിൽ ഒരു വലിയ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ മുംബൈ ഇന്ത്യൻസ് വിജയിച്ചതോടുകൂടി 7ാം സ്ഥാനത്തിൽ ഇരുന്ന ടീം രാജസ്ഥാൻ റോയൽസ് ആവട്ടെ 8ാം സ്ഥാനത്തേക്ക് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുംബൈക്കും രാജസ്ഥാനും ഒരേ പോയിന്റ് ആണെങ്കിൽ പോലും റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് മുംബൈ ഇന്ത്യൻസ് 7ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം രാജസ്ഥാൻ റോയൽസിന്റെ റൺ റേറ്റ് ആവട്ടെ വളരെ മോശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ശേഷിക്കുന്ന മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രം പോരാ, മികച്ച റൺ റേറ്റിൽ വിജയിക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തൂ.